ഹലോ നമസ്തേ നമസ്കാരം. ചത്തപ്പച്ച ആൻഡ് ബേബി ഗേൾ രണ്ട് പടത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചത്തപ്പച്ച ചത്തപ്പച്ച ഒരു അടിപൊളി പടമാണ്. ഒരു അടിപൊളി പടമായിരുന്നു. ഒരു ഫസ്റ്റ് ഹാഫ് നമുക്കൊന്നും പറയാനില്ല, അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വെൽ കുക്ഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ചത്തപ്പച്ചയുടെ. നല്ല അടിപൊളിയായിട്ട് പോയി, നല്ല എൻഗേജിങ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് വരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളി ആയിരുന്നു, പക്ഷെ എന്താ പറയാ, നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വെച്ചു. പടത്തിന് മുമ്പ് കുറച്ച് ക്യാമിയോസ് കാര്യങ്ങൾ കണ്ട് നന്നായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സാധനം എന്തായില്ല, എന്നിട്ട് വർക്കായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമിയോ വന്നു, രണ്ട് ക്യാമിയോ ഉണ്ടെന്നുണ്ട് ഒരു ക്യാമിയോ വരുന്നുള്ളൂ. മറ്റേ ക്യാമിയോ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, പക്ഷെ എന്നാലും വന്ന ക്യാമിയോ നമുക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. അത് മോശം എന്നല്ല പറയുന്നത്, പക്ഷെ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പക്ഷെ ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ പടം കൊള്ളാം, ഒരു നല്ല പടമാണ്. എസ്പെഷ്യലി കാസ്റ്റിംഗ് വൈസ് അടിപൊളിയാണ്. നമ്മുടെ അർജുന അശോകൻ ചുമ്മാ തീയാണ്. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അടിപൊളിയായിരുന്നു ബോസിന്റെ പരിപാടികൾ. പിന്നെ റോഷൻ സെപ്പറേറ്റ് ഓറ, ഒരു ബോസ് സ്ക്രീനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മൂഡ് കിട്ടും. ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ, ഐ ടു ഐ ബോസിന്റെ സ്ക്രീനിൽ കണ്ട വേറെ മൂഡായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അതിൽ കാസ്റ്റിംഗ് എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ വില്ലൻ ക്യാരക്ടർ വിഷാദ്, ബോസ് അടിപൊളിയാവും. ബോസ് ഫിസിക്കൊക്കെ കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത്, ബോസ് ക്ലൈമാക്സിലൊക്കെ കുറച്ച് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അടിപൊളി സംഭവങ്ങളായിരുന്നു. ആ ക്യാമിയോ എക്സ്പെക്ടേഷൻ സാധനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പടം അടിപൊളിയാണ്. കാസ്റ്റിംഗ് വൈസ് എല്ലാവരും അടിപൊളിയാണ്. ഇവര് 3 പേര് പറയാന്ന് പറഞ്ഞാൽ ഇവര് നമുക്ക് റീമെയിൻ ചെയ്യിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് നല്ല പടങ്ങൾ ചെയ്ത് അതിൽ നമ്മൾ റീമെയിൻ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ബാക്കിയുള്ള കാസ്റ്റ് എല്ലാവരും അടിപൊളിയായിരുന്നു. അതില് കുറച്ച് അടിപൊളി കാസ്റ്റ് ഉണ്ട്, കുറച്ച് നല്ല ഒരു ചെറിയ കുട്ടി ചെയ്തിട്ടുണ്ട്, വേദിക എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു. നല്ലൊരു പടമാണ്. ഓവർ എക്സ്പെക്ടേഷനോട് കൂടെ പോവാണ്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ക്യാമിയോയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ മാറ്റി നിർത്തി ഓവർ എക്സ്പെക്ടേഷനോട് കൂടെ പോവാണ്ട് നിന്ന് കഴിഞ്ഞാല് ഒരു ഡീസന്റ് വാച്ച് പടമാണ് ചത്തപ്പച്ച. ഇനി നെക്സ്റ്റ് വൺ ബേബി ഗേൾ ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. ബേബി ഗേൾ നമ്മളെ നിവിൻ പോളിയുടെ പടം. നിവിൻ പോളി ബാക്ക് ടു ബാക്ക് നല്ല സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഫാർമ സീരീസ് വന്നു, ഒന്നും പറയാനില്ല, ഉഷാറായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബോസിന്റെ സർവമായ പീക്ക് പരിപാടിയായിരുന്നു സർവമായ. കാരണം ഒരു ചെറിയൊരു സെറ്റപ്പില് ഒരു ബ്യൂട്ടിഫുൾ നിവിൻ പോളി പടമായിരുന്നു സർവമായ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബേബി ഗേൾ. നമ്മളെ ട്രാഫിക്കിന്റെ റൈറ്റേഴ്സ് ആണ് ബോബി ആൻഡ് സഞ്ജയ്. ആ ഒരു എക്സ്പെക്ടേഷൻ തന്നെയാണ് നമ്മൾ പോയത്. ആ ഒരു സാധനം നമുക്ക് കിട്ടും. എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ക്രീൻ പ്ലേ ആണ്, നല്ല സ്പീഡ് സ്ക്രീൻ പ്ലേ. ഇന്റർവെല്ലിൽ കഴിയുന്ന നമുക്ക് മനസ്സിലാവില്ല, അത്ര അടിപൊളിയായിട്ട് പോകും. പക്ഷെ എന്താ പറയാ, എന്തോ എവിടേക്കോ ചെറിയ ഒരു മൊത്തത്തിൽ ഒരു ഭയങ്കര ഒരു വാവ് സാധനയില്ലേ, അത് കിട്ടില്ല. പക്ഷെ പടം നല്ല പടമാണ്, ഒരിക്കലും മോശം പറയാനില്ല. ലിസ്റ്റിൻ സീവൻ ഗസ്റ്റ് റോളൊക്കെ ചെയ്തിട്ടുണ്ട് പടത്തില്. ചെറിയൊരു 10 സെക്കൻഡ് സീനൊക്കെ വന്നു പോയിട്ടുണ്ട്. പക്ഷെ പടം നല്ല പടമാണ്. നല്ല പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ട്രാഫിക്കിൽ കിട്ടിയൊരു സാധനം ഇല്ലേ, ട്രാഫിക്കിന്റെ റൈറ്റേഴ്സിൽ നിന്ന് കിട്ടിയൊരു സാധനം ഫസ്റ്റ്. കാരണം പടം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പടം ഭയങ്കരമായിട്ട് മൂവിയിൽ തുടങ്ങും. ഇന്റർവെൽ എങ്ങനെ ആയെന്ന് നമുക്ക് മനസ്സിലാവില്ല. ക്ലൈമാക്സ് വരെ നല്ലൊരു എമോഷണൽ ക്ലൈമാക്സിലാണ് പടം കൊണ്ടുവന്ന് നിർത്തുന്നത്. പക്ഷെ എന്താ പറയാ, എവിടെയോ എന്തൊക്കെയോ ചെറിയ ഇത് എന്നുള്ള മോശം പടം എന്നല്ല പറഞ്ഞ. ചത്തപ്പച്ച ഒരു ഡീസന്റ് വാച്ച് ആണെങ്കിൽ ഇത് ഈ ഒരു കാറ്റഗറിയിൽ, ഒരു ത്രില്ലർ കാറ്റഗറിയിൽ നോക്കുമ്പോൾ ഇതും ഒരു ഡീസന്റ് വാച്ചാണ്. അതുകൊണ്ട് ഒരിക്കലും ചത്തപ്പച്ച ബെസ്റ്റ് അല്ലെങ്കിൽ ബേബി ഗേൾ ആണ് അങ്ങനെ ഒരു കമ്പാരിസന്റെ കാര്യമില്ല. രണ്ട് ജോണറിലുള്ള പടങ്ങളാണ്. 2 ജോണറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ജോണറിലുള്ള ഒരു ഡീസന്റ് വാച്ചാണ് ചത്തപ്പച്ച, ഈ ജോണറിലുള്ള ഒരു ഡീസന്റ് വാച്ചാണ് ബേബി ഗേൾ. രണ്ടും നല്ല പടമാണ്. അപ്പോൾ ഇനി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബേബി ഗേൾ ആൻഡ് ചത്തപ്പച്ച നല്ലൊരു കിടിലൻ ഇടിപ്പടം കാണണമെങ്കിൽ ചത്തപ്പച്ചക്ക് പോവുക. ഒരു നൊസ്റ്റു പരിപാടി 90s കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചത്തപ്പച്ചക്ക് പോവുക. അതല്ല ഒരു ത്രില്ലർ കാണണം, ട്രാഫിക് പോലെ അത്ര എൻഗേജ്മെന്റ് അല്ലെങ്കിലും എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ത്രില്ലർ കാണണമെങ്കിൽ ബേബി ഗേൾ പോവുക. ഒരിക്കലും ചത്തപ്പച്ച വേഴ്സസ് ബേബി ഗേൾ അല്ല, ചത്തപ്പച്ച ആൻഡ് ബേബി ഗേൾ. 2 പടം ഓടേണ്ട പടങ്ങളാണ്, നല്ല പടങ്ങളാണ്. പോവുക, കാണാം. അത്രയേ ഉള്ളൂ. ബായ്.